ഹായ് കൂട്ടുകാരെ, ഞങ്ങൾ കുറുവ ദ്വീപിലേക്കുള്ള യാത്രയിലാണ്. ഏകദേശം 40ഓളം ആൾക്കാർ ഉൾപ്പെടെയാണ് ഞങ്ങളുടെ ഈ യാത്ര. ഞങ്ങളുടെ പാസ്റ്ററാണിത്. പാസ്റ്ററും ഫാമിലിയും, ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഉണ്ട്. എൻ്റെ മകളും കൂട്ടുകാരിയും എല്ലാവരും ഉണ്ട്. എൻ്റെ അമ്മയാണ്. എല്ലാവരും നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. ഇത് ഞങ്ങളുടെ ആദ്യത്തെ അനുഭവമാണ്. കുറുവ ദ്വീപ് കബനി നദിയിലൂടെയാണ് ഞങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്നത്. വയനാട് ജില്ലയിലാണ്. നദിയിലെ ഒരു ചങ്ങാടത്തിലൂടെയാണ് യാത്ര. ആരും തുഴയുന്നില്ല. ഇതെൻ്റെ വൈഫാണ്. ഈ കബനി നദി നിറഞ്ഞ് തുളുമ്പി പോകുന്നുണ്ട്. ഇതിലുള്ള ഒരു ദ്വീപിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഈ ചങ്ങാടം എന്ന് പറയുന്ന 2 സൈഡും മുകളിൽ കയറ് കെട്ടിയിട്ടുണ്ട്. ആ കയറിൽ പിടിച്ച് അതിന് നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥർ ഞങ്ങളെ വലിച്ചുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പോയിൻ്റ്. ഇവിടെ നിന്നാണ് ശരിക്കുള്ള യാത്ര. ഇതെല്ലാം കണ്ട് തിരിച്ചു വരേണ്ട ആൾക്കാർ അവിടെ നിൽപ്പുണ്ട്, വെയിറ്റ് ചെയ്യുന്നുണ്ട്. വളരെ മനോഹരമായ ഒരു ദ്വീപിലെ ദൃശ്യമാണ്. അതിൻ്റെ 1ാമത്തെ ഭാഗമാണിത്. വീഡിയോ ഷൂട്ട് എടുക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാനങ്ങ് മുമ്പേ ഇറങ്ങി. ഈ പാലം വഴിയാണ് അപ്പുറം പോകേണ്ടത്. ദൂരത്ത് നിന്ന് ഇറങ്ങുന്നതും കയറുന്നതും ആയ കാഴ്ചകൾ തന്നെ വൈവിധ്യമാണ്. ഈ ചങ്ങാടം എപ്പോഴും ഉണ്ട്. ഒരാൾക്ക് 60 രൂപയാണ് ചാർജ്. അപ്പോൾ വയനാട് വരുന്നവർ കാണേണ്ട ഒരു സ്പോട്ടാണ് ഈ കുറുവ ദ്വീപ്. അപ്പോൾ കുറുവ ദ്വീപിലേക്കുള്ള കാഴ്ചകൾ താമസിയാതെ നിങ്ങളെ കാണിക്കുന്നതാണ്. ഇതിൻ്റെ 2ാമത്തെ ഭാഗമായി പോകുന്ന മനോഹരമായ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കബനി നദി ക്രോസ് ചെയ്ത് ഞങ്ങൾ എത്തി നിൽക്കുന്ന പോയിൻ്റ്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ യാത്രയുണ്ട്. അത് ഫോറസ്റ്റ് ഏരിയയാണ്. ആൾക്കാർ മുമ്പോട്ട് ചലിക്കുന്നുണ്ട്.